ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇത് NYBയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ഒരു ചുയിങ്കത്തിൻ്റെ ഒരു മിഠായിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് മണമാണ്. നല്ല മണമാണ് കേട്ടോ, ഇറിറ്റേഷൻ ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഒരു പിങ്ക് കളറാണ്, ഒരു ഡാർക്ക് പിങ്ക് കളറാണ്. കയ്യിൽ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഈ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കളറ് നേരിട്ട് കാണാനും. നല്ല നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ്. ഇനി ഞാനത് ലിപ്സിലിട്ട് കാണിച്ചു തരാം. ലിപ്സിലിടുമ്പോൾ ഇത് എല്ലാവർക്കും സ്യൂട്ടാവണ ഒരു ഷെയ്ഡല്ല കേട്ടോ. എല്ലാവർക്കും സ്യൂട്ടാവില്ല. ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഭംഗിയുള്ളൊരു ന്യൂഡായിട്ട് ചേരുന്ന ഒരു കളറാണ് കേട്ടത്. ഒരു ഡീപ്പ് ടു ഡസ്കി സ്കിൻ ടോണിന്, എൻ്റെ വരെയുള്ള സ്കിൻ ടോണിന് ഇത് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട്. എൻ്റെ ലിപ്സ് കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവുണ്ടാവും, ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായിട്ടാണ് നിൽക്കണത്. നമുക്കവിടെ എന്നാൽ ഭയങ്കര ബോറില്ല, പക്ഷെ വാഷ് ഔട്ടായിട്ടാണ് നിൽക്കണത്. കണ്ടോ, ചുണ്ടുണ്ടോയെന്ന് മനസ്സിലാവണ പോലുമില്ല. അപ്പോൾ ഇതാണ് വാഷ് ഔട്ട് എന്ന് പറഞ്ഞ കേട്ടോ. വാഷ് ഔട്ട് എന്ന് അറിയാത്ത ആൾക്കാർക്കും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് പറയണേ. ഇതാണ് വാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഭംഗിയുള്ളൊരു ന്യൂഡാവും കേട്ടോ അത്. അപ്പോൾ ഡസ്കി ടു ഡീപ്പ് ആൾക്കാർക്ക് ഇത് ചേരില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടും കൂടെ ഇട്ട് നോക്കാം. ഞാനൊരു ബ്രൗൺ കളറിലുള്ള മിസ് ക്ലെയറിൻ്റെ ഒരു ബ്രൗൺ കളറിലുള്ള ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിപ്സിലുള്ള ലിപ്സ്റ്റിക്ക് ആദ്യം തുടച്ച് കളയാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വൈപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കളഞ്ഞിട്ടാണ് ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ലിപ്പ് ലൈനർ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഫില്ലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലുള്ള ലിപ്പ് ലൈനറിൻ്റെയും കൂടെ കളർ മിക്സ് ആയിട്ട് നമുക്ക് ചേരുമോ ഇല്ലേന്ന് അറിയാൻ പറ്റുക. അപ്പം നല്ല രീതിയിൽ തന്നെ ലിപ്പൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെയ്ഡിൻ്റെ പേര് വരുന്നത് നമ്പർ 12 മഗ്സ് ആൻഡ് ഹഗ്സ് എന്നാണ് കേട്ടോ. NYBയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ടെക്സ്ചറും എത്ര അവേഴ്സ് ലോങ് ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫാണ്, സ്പഞ്ച് പ്രൂഫാണോ എന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ NYBയുടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടെ. വേറൊരു ഷെയ്ഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 4 അവേഴ്സ് എന്തായാലും നിൽക്കും. പിന്നെ ഈ പിങ്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ ലിപ്പ് ലൈനറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് എനിക്ക് അധികം ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ച രൂപത്തിൽ തോന്നുന്നില്ല. എന്നാലും റീടച്ച് ചെയ്യേണ്ടി വരും. അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ പോകുന്നുണ്ട് വല്ലതും കഴിച്ച് കഴിഞ്ഞാൽ. ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചേരുന്ന ഒരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം ന്യൂഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലിപ്പ് ലൈനർ യൂസ് ചെയ്താൽ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഇതെനിക്കിഷ്ടമായി കേട്ടോ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് സ്മഡ്ജൊന്നും ആവണില്ല കേട്ടോ. സ്മഡ്ജൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ സ്മഡ്ജൊന്നും ആവണില്ല. പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നുണ്ട്, ഡ്രൈ ആവുന്നുണ്ട്. ലിപ്പ് ബാം യൂസ് ചെയ്തിട്ട് മാത്രം ഇതിടുക കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ആവണില്ല. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. 2 to 4 അവേഴ്സ് വരെ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.